Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canon എന്ന കമ്പനിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത പ്രിന്ററായ Canon PIXMA G3060 എന്ന പ്രിന്ററിന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ അടുത്തുള്ള Canonൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രിൻ്റർ രജിസ്റ്റർ ചെയ്യുകയും അവർ എഞ്ചിനീയർ വന്നുകൊണ്ട് ഇത് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരുകയും ചെയ്യും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് വാറൻറ്റി കാര്യങ്ങളെല്ലാം ലഭിക്കുകയുള്ളൂ. അതുപോലെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് Canonൻ്റെ PIXMA G3060 എന്ന പ്രിൻ്ററിൻ്റെ ബോക്സ്. ഇതിനകത്താണ് പ്രിൻ്റർ ഉള്ളത്. ചെറിയ സ്പെസിഫിക്കേഷൻ ഈ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ക് സീരീസ് വരുന്നത് 71 ഇങ്ക് കോഡാണ് വരുന്നത്. ഒരു ആവറേജ് ഒരു 6000 പേജ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് ഒരു ഡ്രാഫ്റ്റ് മോഡിൽ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ മൈലേജ് കിട്ടുകയുള്ളൂ. പിന്നെ ഇവിടെ ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന CD-യിൽ വിൻഡോ സപ്പോർട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാക് സപ്പോർട്ടാണെങ്കിൽ നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഇങ്ക് കോഡ് കണ്ടില്ല, 71 എന്ന സീരീസ് ഇങ്കാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 4 കളറാണ്, 4 ബോട്ടിലാണ് വരുന്നത്. ബ്ലാക്ക്, സിയാന്, മജന്ത, യെല്ലോ. ദയവ് ചെയ്ത് ഓൺലൈനിൽ നിന്നും ആരും ഇങ്ക് വാങ്ങാതിരിക്കാൻ നോക്കുക. ഓക്കെ, കാരണം ഓൺലൈനിൽ വരുന്നത് 100% ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കാണ്. അപ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിയും ഇത് എങ്ങനെയാണ് ഈ ബോക്സിൽ നിന്ന് എടുക്കേണ്ട ഒരു മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളതും. അതേപോലെ തന്നെ ഇതിന് ട്രാൻസ്പോർട്ടിംഗ് മോഡ് എന്നൊരു ഓപ്ഷനും വരുന്നുണ്ട്. അതായത് നമ്മൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ക് ഫ്ലോ ഇല്ലാതൊക്കെ വേണ്ടി ഇതിലൊരു ലിവർ കൊടുത്തിട്ടുണ്ട് ലോക്ക് ചെയ്യാനുള്ള. അപ്പോൾ അത് നിങ്ങൾക്ക് അതേപോലെ ചൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പവർ കേബിൾ കാണാൻ കഴിയും. ഇത് പ്രിൻ്ററിലേക്ക് പവർ വരാനുള്ള കേബിളും, പിന്നെ ഇതൊരു USB കേബിളാണ്. പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ കണക്ട് ചെയ്യാനുള്ള കേബിളാണത്. ഇവിടെ വരുന്നത് നമുക്കൊരു യൂസർ മാനുവൽ ഡ്രൈവർ സീഡിലുള്ളൊരു കിറ്റാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്താണ് ഡ്രൈവർ സീഡി, അതായത് പ്രിൻ്ററിൻ്റെ സോഫ്റ്റ്വെയർ സീഡി ഇതിനകത്താണുള്ളത്. യൂസർ മാനുവൽ നിർബന്ധമായിട്ട് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, സെൽഫ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിയറസ്റ്റുള്ള Canonൻ്റെ സർവീസ് സെൻ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അവർ വന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. 2 തെർമോകോപ്പീസുകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കിനി ഈ പ്രിൻ്റർ ബോക്സിൽ നിന്ന് പുറത്തോട്ട് എടുക്കാം. ഓക്കെ, ഇവിടെയാണ് പ്രിൻ്ററിൻ്റെ കളർ ബോട്ടിലും ഹെഡുകളൊക്കെ വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ? അതായത് നമുക്ക് തൽക്കാലം ഒന്ന് പുറത്തോട്ട് എടുക്കാം, എന്നിട്ട് പ്രിൻ്റർ എടുക്കുന്നതേക്കാളും നല്ലത്. ഇത് ഒരു ഹെഡാണ്, കളർ ഹെഡാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് ബ്ലാക്ക് ഹെഡാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ അതിൻ്റെ അടുത്ത് തന്നെ 2 ഇങ്ക് ബോട്ടിലും കാണാൻ കഴിയുന്നതാണ്. ഇത് സിയാന്. ഓക്കെ, പിന്നെ ബ്ലാക്ക് പറഞ്ഞ ഇങ്ക്. ബ്ലാക്ക് കുറച്ച് കൂടുതലുണ്ടാവും, 140 ml ബ്ലാക്ക് കുറച്ച് കൂടുതലുണ്ടാവും. മറ്റേതെല്ലാം 70 ml ഇങ്കാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ പ്രിൻ്റർ ബോക്സിൽ നിന്ന് എടുക്കാവുന്നതാണ്. എടുക്കുന്ന സമയത്ത് വളരെ കെയർ ചെയ്തിട്ട് വേണം എടുക്കാൻ. ഞാനിപ്പോൾ ബോക്സിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവറ് ഒഴിവാക്കാം. ഈ കവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അതായത് പ്രിൻ്റർ ഉപയോഗമില്ലാത്ത സമയത്ത് ഇത് മൂടി വെക്കാൻ വേണ്ടി ഈ കവർ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഇതിലൊരു പഴയ പ്രിൻ്ററിനെ അപേക്ഷിച്ച് ഇതിൽ കുറച്ച് ടാപ്പുകൾ, ഒരു ഓറഞ്ച് ടാപ്പുകളുണ്ട്. ഈ ടാപ്പുകൾ എണ്ണം കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ച് ടാപ്പുകൾ റിമൂവ് ചെയ്യാം. ഓക്കെ, സൈഡിൽ എവിടെയൊക്കെ കാണുന്നു അതെല്ലാം റിമൂവ് ചെയ്തിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. കണ്ടില്ലേ, സ്കാനർ യൂണിറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഇതേപോലെ ഓറഞ്ച് ടാപ്പ് കാണാൻ കഴിയും. അത് റിമൂവ് ചെയ്യുന്നു. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇല്ല. അപ്പോൾ ഏകദേശം ആ ഓറഞ്ച് ടാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഇതിൻ്റെ ഹെഡ് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തീർച്ചയായിട്ടും ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് Canonൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെഡ് ഇൻസേർട്ട് ചെയ്യാൻ ആദ്യം സ്കാനർ യൂണിറ്റ് E45 ആംഗിൾ ഓപ്പൺ ചെയ്ത് വെക്കുക. ഈ കാണുന്ന ഈ കാരേജിൻ്റെ ഈ ബ്ലൂ ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി വരും. അവിടെ CB എന്ന് കൊടുത്തിട്ടുണ്ട്. കളറ് ബ്ലാക്ക് എന്നാണ് അതിന് ഉദ്ദേശിക്കുന്ന കോഡുകൾ. അപ്പോൾ നമ്മുടെ ഹെഡിലും ഇതേപോലെ CB എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ C ആദ്യം നമുക്കൊന്ന് ഓപ്പൺ ചെയ്താണ്ട് വെക്കാം. ആ ബോക്സ് ഹെഡിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ 2 ഓറഞ്ച് ടാപ്പുകൾ ഉണ്ടാവും.
ഇത് നിർബന്ധമായിട്ട് ഇത് റിമൂവ് ചെയ്തിരിക്കണം. ഞാനത് റിമൂവ് ചെയ്തിട്ട് പതുക്കെ ശ്രദ്ധിച്ചിട്ട് അതിലേക്ക് ഹെഡ് ഇൻസേർട്ട് ചെയ്തു. ഇപ്പോൾ കളർ ഹെഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ബ്ലാക്കാണ്. ബ്ലാക്കിനും അതേപോലെ തന്നെ 2 ഓറഞ്ച് ടാപ്പുകൾ കാണാൻ കഴിയും, കണ്ടില്ലേ? ആ 2 ഓറഞ്ച് ടാപ്പുകൾ നിർബന്ധമായിട്ട് റിമൂവ് ചെയ്തിരിക്കണം. പല ആളുകളും ഈ ബാക്കിലുള്ള ചിപ്പ് അടക്കം റിമൂവ് ചെയ്യുന്നുണ്ട്. അത് ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ആ റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ നൈസായിട്ട് ഇതേപോലെ ഹെഡ് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് ഇതേപോലെ കാരേജ് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കാണുന്ന 2 ടോപ്പുകളും ലോക്ക് ചെയ്തു. അത് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, എന്നിട്ട് സ്കാനർ ഡോർ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇങ്ക് റീഫിൽ ചെയ്യുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്തും പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. സ്കാനർ യൂണിറ്റ് നമുക്ക് ഇതേപോലെ 45 ആംഗിളിൽ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാങ്കിൻ്റെ ടോപ്പുകൾ കാണാൻ കഴിയും. ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്ക് ആണ് ടാങ്കും റൈറ്റ് സൈഡിലാണ് കളറുകളുടെ ടാങ്കും വരുന്നത്. ഇപ്പോൾ നമ്മൾ ബോട്ടിലിൽ ഇതേപോലെ BK എന്ന് കൊടുത്തിട്ടുണ്ടാവും, ടാങ്കിൻ്റെ അവിടെയും ബോട്ടിലും കൊടുത്തിട്ടുണ്ടാവും. അത് ആ കളർ കോഡുകൾ നോക്കി മാത്രം അതിൽ ടാങ്കിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. ഞാനിപ്പോൾ ബ്ലാക്കാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഇത്രയും ആ ടാങ്ക് ആ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ഇങ്ക് റീഫിൽ ആവുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ക് ഫില്ലാവുന്നതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ടൈമിൽ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പെട്ടെന്നൊന്ന് ഇങ്ക് ഫില്ലാവുന്നതാണ്. യെസ്, ഇപ്പോൾ ഏകദേശം ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ബോട്ടിലും ഏകദേശം എംപ്റ്റി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിയുന്നതും ഓൺലൈനിൽ നിന്ന് ഇങ്ക് വാങ്ങാതിരിക്കാൻ നോക്കുക. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ വാറൻറ്റി കട്ടാവുന്ന മാത്രമല്ല പ്രിൻ്ററിന് ഹെഡിന് ഡാമേജസ് ഉണ്ടാക്കുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നിയറസ്റ്റുള്ള കമ്പ്യൂട്ടർ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ കയ്യിൽ നിന്ന് മാത്രം ഇങ്ക് വാങ്ങുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ബ്ലാക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് ഈ ടാങ്കിൻ്റെ ടോപ്പ് ലോക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് സിയാന ഇങ്ക് ഫില്ല് ചെയ്യാനുള്ളത്. ഈ റൈറ്റ് സൈഡിലാണ് കളറിൻ്റെ ടാങ്കുകൾ വരുന്നത്. സിയാന്, മജന്ത, യെല്ലോ ആണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മാറി വയ്ക്കാതിരിക്കാൻ നോക്കുക. ഈ മോഡലിൽ മാറി വയ്ക്കാൻ കഴിയില്ല, എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ജസ്റ്റ് ടോപ്പ് ഓപ്പൺ ചെയ്ത് ബോട്ടിൽ അതിൽ ആ ടാങ്കിൻ്റെ നോബിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആ പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിയാൻ്റെ ടോപ്പും ഇതേപോലെ ക്ലോസ് ചെയ്തിട്ട് മജന്തൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു, ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തു. നമുക്കിനി ഇതിലേക്ക് ജസ്റ്റ് ഇതേപോലെ വെക്കാം. ഓക്കെ, അപ്പം മജന്തയും ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്നും നോക്കുന്ന സമയത്ത് എല്ലാതും ബ്ലാക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഓക്കെ, അതേപോലെ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ക് കഴിഞ്ഞണോ എന്ന് അറിയാൻ ഫ്രണ്ടിൽ കാണുന്ന ഈ ട്രാൻസ്പെറൻ്റ് കൊടുത്തിട്ടുള്ള ഈ പൊസിഷൻ നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണ് ഇങ്ക് കഴിഞ്ഞിട്ടോ ഇങ്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം നമ്മുടെ മജന്തയും ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആണ് വരുന്നത്. യെല്ലോൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ഓക്കെ, യെല്ലോ ടാങ്ക് ബോട്ടിൽ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തു. യെല്ലോ നിറയുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ കൊടുത്തിട്ടുള്ള ഓരോ ലെവലുകളുണ്ട്. അതിൻ്റെ താഴെ ഒരു ആരോ മാർക്ക് കാണാം. ആ ആരോ മാർക്കിൻ്റെ മുകളിലെത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇങ്ക് ഫില്ല് ചെയ്യേണ്ടതാണ്. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇങ്ക് ഫില്ലിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യെസ്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് പ്രിൻ്റർ ഓൺ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ്. പ്രിൻ്റർ ഓൺ ചെയ്തതിന് ശേഷം ഈ ടാങ്കിലുള്ള ഇങ്കുകൾ നമ്മളെ ഹെഡിലേക്ക് എത്തണം. അതിനുള്ളൊരു പ്രോസസ്സാണ്. ലെഫ്റ്റ് സൈഡിൽ ബാക്കിൽ തന്നെയാണ് പവർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അവിടെ തന്നെയാണ് USB കണക്ട് ചെയ്യാനുള്ളതും. പവർ കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്രിൻ്റർ ഒന്ന് ഓൺ ചെയ്യാം. വെയിറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പ്രിൻ്റർ ഓൺ ചെയ്തു. ഈ സമയത്ത് ഒരിക്കലും USB കേബിൾ കണക്ട് ചെയ്ത് പ്രിൻ്റ് കൊടുക്കരുത്. കാരണം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്യാനുണ്ട്. അതായത് ടാങ്കിൽ നിന്നും ട്യൂബ് വഴി ഹെഡിലേക്ക് ഇങ്ക് പാസ് ചെയ്യുന്നൊരു ഓപ്ഷന്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ചോദിക്കും. അവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ക് ടാങ്ക് ഫില്ലഡ് വിത്ത്, അതായത് ഇങ്ക് ഫില്ല് ചെയ്തോണമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ യെസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ഒരു 5 മിനിറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ ഉണ്ട്, അത് നമുക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതിപ്പോൾ ഓട്ടോമാറ്റിക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക്
ആ സമയം എത്രയാണോ അതിൽ കൊടുത്തിട്ടുള്ളത് ആ സമയം കഴിയുവോളം വെയിറ്റ് ചെയ്യണം. അത് കുറഞ്ഞ് വരും. ഇപ്പോൾ അത് 2 minutes ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യണം. ഒരിക്കലും ഈ സമയത്ത് പ്രിൻ്റർ ഓട്ടോമാറ്റിക് ഓഫ് ചെയ്യാനോ പവർ ഷട്ട് ഡൗൺ ചെയ്യാനോ പാടില്ല. അപ്പോൾ നമ്മൾ സെറ്റപ്പ് ഈസ് കംപ്ലീറ്റഡ് എന്നുള്ളൊരു മെസ്സേജ് വരും ഒരു 5 minutes കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് ഓക്കെ എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് നമുക്ക് പ്രിൻ്റർ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സാമ്പിളായിട്ട് നമുക്കൊരു ഫോട്ടോ കോപ്പി പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അതിന് നമ്മൾ ആദ്യം കോപ്പി മോഡിൽ പോകണം. കോപ്പി മോഡിൽ പോയതിനു ശേഷം ഞാനിവിടെ ഒരു ഡോക്യുമെൻ്റ് വെക്കുകയാണ്. സ്കാനർ യൂണിറ്റിൽ ഡോക്യുമെൻ്റ് വെച്ചു. ഒരു പേപ്പർ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് പേജ് പ്രിൻ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ ട്രയൽ ഞാൻ A4 പേപ്പർ വെച്ചിട്ടുണ്ട്. ഓക്കെ. A4 പേപ്പർ വെക്കുന്ന സമയത്ത് നല്ല ഗുഡ് പേപ്പർ തന്നെ ചൂസ് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൻസർ ഉണ്ട്. ആ സെൻസർ ഡിറ്റക്റ്റ് ചെയ്യും. പേപ്പറിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓക്കെ എന്ന് കൊടുക്കുക. അവിടെ നമ്മൾ പേപ്പർ സൈസ് ഏതാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ വെച്ചത് A4 പേപ്പറാണ്, A4 സൈസ് പേപ്പറാണ്. അപ്പോൾ ഞാൻ A4 സെലക്ട് ചെയ്തു. പിന്നെ നോർമൽ പേപ്പറിനൊക്കെ പ്ലെയിൻ പേപ്പർ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഗ്ലോസി പേപ്പറൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിവിടെ മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ പ്ലെയിൻ പേപ്പർ ഓക്കെ സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് കൊടുത്തു. ഇനി ഇവിടെ കാണുന്ന സ്റ്റാർട്ട് എന്നുള്ള 2 ബട്ടൺ കണ്ടില്ലേ, ബ്ലാക്ക് കളർ എന്നുള്ളത്. ഞാനൊരു ഫോട്ടോ കോപ്പി എടുക്കുകയാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കോപ്പിക്ക് വേണ്ടി ഞാൻ ബ്ലാക്ക് എന്നുള്ള പ്രസ് ചെയ്തു. നിങ്ങൾക്ക് കളറാണ് വേണ്ടെങ്കിൽ കളർ പ്രസ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഫോട്ടോ കോപ്പി എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.